ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഇന്ന് നമ്മൾ രണ്ട് വചനങ്ങളെ താരതമ്യം ചെയ്ത് സംസാരിക്കാം. ഒന്ന് കൊരിന്ത്യർ ലേഖനം 16-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം. കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ. നോക്കുവിന് ഈ വചനം പറയുന്നു, കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവൻ. എന്നാൽ എഫേസ്യ സഭയിലേക്ക് വരുമ്പോൾ അതിനകത്ത് ഇതിനോട് താരതമ്യം ചെയ്ത് മറ്റൊരു വചനം കൂടി എഴുതി വച്ചിട്ടുണ്ട്. നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിനെ അക്ഷയമായിട്ട് സ്നേഹിക്കുന്ന എല്ലാവരോടും കൂടെ കൃപ ഇരിക്കുമാറാകട്ടെ. അപ്പോൾ യേശുക്രിസ്തു അവനെ സ്നേഹിക്കുന്ന എല്ലാവരോടും കൂടെ ദൈവത്തിൻ്റെ കൃപ ശക്തി ഇരിക്കുമാറാകട്ടെ. ഈ യേശുക്രിസ്തുവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവൻ. നോക്ക് പ്രിയരെ, ഈ ഒരു ഭൂമിയിൽ എല്ലാ ജാതി മതസ്ഥരുമായിരിക്കുന്നവരോടും പറയുവാൻ ഒറ്റ കാര്യമുള്ളൂ, നീ നശിക്കുവാനും നീ രക്ഷിക്കപ്പെടുവാനും ഒറ്റ വഴിയേ ഉള്ളൂ. ഒന്ന്, യേശുക്രിസ്തുവിനെ സ്നേഹിച്ചാൽ നീ രക്ഷപ്പെടും. യേശുക്രിസ്തുവിനെ നീ സ്നേഹിച്ചില്ലെങ്കിൽ നീ ശാപത്തിൻ്റെ കീഴിലാണ്, എന്ന് വെച്ചാൽ നരകവിധിക്ക് യോഗ്യനാണ്. വേഗം പറഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ ഇടവും വലവും രണ്ട് കള്ളന്മാരെ കൂടെ ക്രൂശിച്ചിരുന്നു. അതിൽ ഒരു കള്ളൻ യേശുക്രിസ്തുവിനെ സ്നേഹിച്ചു. നോക്കണേ, രണ്ടുപേരും കള്ളന്മാരാണ്. രണ്ടുപേരും ഒരേ തെറ്റിൻ്റെ ഓരോ ശിക്ഷാവിധിയായിരിക്കുന്ന മരണത്തിന് വിധിക്കപ്പെട്ട് മരണത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മരിക്കപ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ടവരായിട്ട് ക്രൂശിൽ തൂങ്ങിക്കിടക്കുകയാണ്. മരണം ഏത് സമയവും സംഭവിക്കാം. പക്ഷേ അതിൽ ഒരു കള്ളൻ പെട്ടെന്ന് യേശുക്രിസ്തുവിനെ സ്നേഹിച്ചു. അവൻ ദൈവത്തോടു കൂടി ഉയരത്തിലേക്ക് പോയി. മറ്റേ കള്ളൻ യേശുക്രിസ്തുവിനെ ദുഷിച്ചു. അവൻ നരകവിധിയിലേക്കും കടന്നുപോയി. ഈ രണ്ട് മനുഷ്യർ ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ പ്രസംഗം കേൾക്കുന്ന നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ ഒരാൾ ഈ യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ നിനക്ക് സ്വർഗത്തിലേക്ക് സമാധാനത്തിലേക്ക് പ്രവേശിക്കാം. അല്ല, നീ ദൈവത്തെ സ്നേഹിക്കുന്നില്ല എങ്കിൽ നിനക്ക് നരകവിധിയിലേക്ക് മുടുങ്ങിപ്പോവുക. അപ്പോൾ ഏതൊരു മനുഷ്യനും സന്തോഷിക്കുവാൻ അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിപ്പാൻ ഉള്ള ഏക വഴി കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന യേശുക്രിസ്തുവിനെ സ്നേഹിക്കുക. നിനക്ക് വേണ്ടി മരിച്ചുവെന്ന് നീ അംഗീകരിക്കുക. ഏതൊരു മനുഷ്യനും നശിച്ചു പോകാനുള്ള ഒറ്റ വഴി യേശുക്രിസ്തുവിനെ നിഷേധിക്കുക. ഞങ്ങൾ തെരുവോരങ്ങളിലും സകല മനുഷ്യരുടെ മുമ്പിലും യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തെ നിനക്ക് വേണ്ടി മരിച്ചു എന്ന് പ്രസംഗിക്കുമ്പോൾ ചിലർ വന്ന് ഞങ്ങളെ ദുഷിക്കാറുണ്ട്, പരിഹസിക്കാറുണ്ട്, തല്ലാറുണ്ട്, തുപ്പാറുണ്ട്, ചീത്ത വിളിക്കാറുണ്ട്. എന്നാൽ ചിലർ അവന് ക്രിമിനലായിരിക്കാം, അല്ലെങ്കിൽ ദേശത്തെ ഏറ്റവും മോശമായിരിക്കുന്ന ഒരു അനുഭവത്തിൽ ജീവിക്കുന്നവനായിരിക്കാം. അവൻ മാറി നിന്ന് ഈ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള കാര്യങ്ങൾ കേട്ടിട്ട് അവനെ തന്നെ താഴ്ത്തി, യേശുവേ, നീ എനിക്ക് വേണ്ടി മരിച്ചത് വഴി ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ഹൃദയം കൊണ്ട് അംഗീകരിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിലുള്ള എല്ലാ ദുർസ്വഭാവങ്ങളും നീങ്ങിപ്പോവുകയാണ്. അവൻ സമാധാനം കൊണ്ട് നിറയുകയാണ്. പ്രിയപ്പെട്ട, ഇത് ദൈവത്തിൻ്റെ മറ്റൊരു നിയമമാണ്. അതെങ്കിൽ ഒരിടത്ത് ഈ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർ ലേഖനത്തിൽ തന്നെ പറയുന്നു, ഒരുവൻ നശിച്ചു പോകുവാനും ഒരുവൻ രക്ഷിക്കപ്പെടുവാനും ഒറ്റ കാര്യമുള്ളൂ, യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണമാണ്. യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ ഞാൻ കള്ളന്മാരുടെ കാര്യം പറഞ്ഞതുപോലെ അവൻ നശിച്ചു പോകുവാനും ഇവൻ രക്ഷ പ്രാപിക്കാനും നടുക്ക് യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണമായിരുന്നു സാക്ഷി. അവണ്ണം നോക്ക് പ്രിയരെ, നശിച്ചു പോകുന്നവരുടെ ഇടയിൽ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടു എന്നുള്ള വചനം അല്ലെങ്കിൽ ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ അത് ദൈവശക്തിയുമാകുന്നു. അപ്പോൾ ഒരു മനുഷ്യൻ നശിച്ചു പോകാനും ഒരു മനുഷ്യൻ രക്ഷ പ്രാപിക്കുവാനും ഒരേ ഒരു കാര്യമുള്ള യേശുക്രിസ്തുവിൻ്റെ ക്രൂശാണ്. എന്നാൽ ക്രൂശ് മുഖാന്തരമാണ് ഒരാൾ നശിച്ചു പോകുന്നത്? അല്ല, അതവൻ വിശ്വസിക്കാത്തത് വഴിയാണ്. ക്രൂശ് മുഖാന്തരമാണ് ഒരുവൻ രക്ഷിക്കപ്പെട്ടത്? അതെ, അവൻ അതിൽ വിശ്വസിച്ചത് കൊണ്ടാണ്. അപ്പോൾ ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരും രക്ഷ പ്രാപിക്കാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ അതിനുള്ള ഏക വഴി യേശുക്രിസ്തു മാത്രമാണ്. ആ യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ഏവനും അവൻ ഇപ്പോഴേത് അനുഭവത്തിൽ കൂടെ പോകുന്നവനായാലും ശരി അവനെ സമ്പൂർണ്ണമായിട്ടും രക്ഷിപ്പാൻ ദൈവത്തിന് കഴിയും. എന്നാൽ യേശുക്രിസ്തുവിനെ ദുഷിക്കുന്ന ഒരു മനുഷ്യൻ, അവനെ സ്നേഹിക്കാത്ത ഒരു മനുഷ്യൻ, അവൻ ഭൂമിയിലെ ഏത് വലിയ വ്യക്തിയാണെങ്കിലും ശരി, ഏത് ശക്തനാണെങ്കിലും ശരി, അവൻ നശിച്ച് നരകത്തിലേക്ക് ഒടുങ്ങിപ്പോകും. ഇത് ദൈവത്തിൻ്റെ നിയമമാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുക്രിസ്തുവിൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമവും ഇല്ല. ഒരിക്കൽ കൂടെ പറയാം, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുക്രിസ്തുവിൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് കൊണ്ട് നോക്ക് പ്രിയരെ, ഈ ക്രിസ്തുവിൽ കൂടെ അല്ലാതെ ഒരു മനുഷ്യനും രക്ഷയില്ല. ഒരു മനുഷ്യനും രക്ഷയില്ല. അവൻ ബ്രാഹ്മണനായാലും ശരി, ക്ഷത്രിയനായാലും ശരി, വൈശ്യനായാലും ശരി, ശൂദ്രനായാലും ശരി, ക്രിസ്തീയ മതപുരോഹിതനോ അല്ലെങ്കിൽ തിരുമേനിയോ പോപ്പോ ആരും ആയിക്കൊള്ളട്ടെ, ഇസ്ലാം പണ്ഡിതന്മാരോ അവരുടെ ഏറ്റവും വലിയ നേതാവുമായിക്കൊള്ളട്ടെ, ഈ ഭൂമിയിലെ ഏതൊരു മനുഷ്യനും, മരണമുള്ള ഏത് മനുഷ്യനും, അവൻ എത്ര ശക്തനുമായാലും ശരി, മരണമുള്ളവനാണോ അവൻ യേശുക്രിസ്തുവിൽ കൂടെ മാത്രമേ രക്ഷയുള്ളൂ, പാപമോചനമുള്ളൂ. അവൻ നശിച്ചു പോകുന്നതിൻ്റെ ഒറ്റ കാരണം, അതായത് മരിച്ചതിന് ശേഷം എല്ലാവരും ഉയർത്തെഴുന്നേറ്റ് യേശുക്രിസ്തുവിൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ ന്യായവിധിക്ക് നിൽക്കുമ്പോൾ ഒരു വചനമാണ് അവനെ ശിക്ഷിക്കുന്നത്.
ന്യായവിധി എന്നതോ അതായത് നരകവിധി എന്നുള്ളതോ യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നിട്ടും അവൻ യേശുക്രിസ്തുവിനെ സ്നേഹിക്കാതെ ലോകത്തെ സ്നേഹിച്ചതാണ്. ലോകത്തിൽ അനേകം ദേവന്മാരും ദൈവങ്ങളെന്നുള്ള പേരോടുകൂടിയ ഒത്തിരി കാര്യങ്ങളുണ്ട്. എല്ലാ മതത്തിനും നൂറ് കണക്കിന് ആരാധനാ പുരുഷന്മാരും സ്ത്രീകളുമുണ്ട്. പക്ഷേ അതിനെ യേശുക്രിസ്തുവിനെ വിട്ട് ഇതിനെ സ്നേഹിച്ചതും ആരാധിച്ചതുമാണ് നരകവിധിക്ക് യോഗ്യം. ആകയാൽ നോക്ക് പ്രിയരെ, ഈ ക്രിസ്തുവിൻ്റെ പ്രമാണം വെച്ചാണ് ഏതൊരു മനുഷ്യനും, ഈ ബൈബിൾ വെച്ചാണ് ഏതൊരു മനുഷ്യനെയും ദൈവം ന്യായം വിധിക്കുന്നത്. അത് ഏതൊരു മനുഷ്യനും, ഈ ബൈബിൾ മതഗ്രന്ഥമല്ല. നമുക്ക് ഒത്തിരി മതഗ്രന്ഥങ്ങൾ, എല്ലാ മതങ്ങൾക്കും ഓരോ ഗ്രന്ഥമുണ്ട്, അവരത് പഠിക്കാറുണ്ട്, പഠിപ്പിക്കാറുണ്ട്, ഇല്ലേ, അതൊക്കെയുണ്ട്. പക്ഷേ ഈ ബൈബിൾ എന്ന് പറഞ്ഞാൽ മതഗ്രന്ഥമല്ല, ക്രിസ്ത്യാനികളുടെ ഒരു മതഗ്രന്ഥമല്ല ബൈബിൾ. ബൈബിൾ സകല മനുഷ്യരോടുമുള്ള ദൈവത്തിൻ്റെ സകല സമ്പൂർണ്ണതയും വെളിപ്പെടുത്തി കൊടുത്തു തന്നിരിക്കുന്ന ഈ പുസ്തകം, നീ മരിച്ചതിന് ശേഷം ഈ പുസ്തകം വെച്ചാണ് ദൈവം നിന്നെ ന്യായം വിധിക്കുന്നത്. ആകയാൽ നോക്ക് പ്രിയരെ, നീ അല്പമെങ്കിലും ബുദ്ധിയുള്ളവരാണെങ്കിൽ, അല്പമെങ്കിലും നിനക്ക് സുബോധമുണ്ടെങ്കിൽ, എൻ്റെ ഈ വാക്കുകൾ കേൾക്കുന്ന നിങ്ങൾക്ക് അല്പമെങ്കിലും സുബോധമുണ്ടെങ്കിൽ, നിങ്ങളുടെ മതഭക്തിയും ഉന്നതഭാവവും നഗലഹൃദയവും പാരമ്പര്യവും പൗരോഹിത്യവും ഒക്കെ വിട്ട് ഉപേക്ഷിച്ച് യേശുക്രിസ്തുവിനെ അംഗീകരിക്കണം പ്രിയരെ. മരണമുണ്ടെങ്കിൽ ഇവനെ അംഗീകരിച്ചേ പറ്റൂ. ഇല്ല എങ്കിൽ നമ്മൾക്ക് മരിച്ചതിന് ശേഷമുള്ള ന്യായവിധിയിൽ നരകവിധിയിലേക്ക് ഒടുങ്ങിപ്പോകും. അതുകൊണ്ട് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ഏവരോടും കൂടെ ദൈവത്തിൻ്റെ ശക്തി ഇരിക്കുമാറാകട്ടെ. കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും നരകവിധിയിലേക്ക് പോകട്ടെ. അപ്പോൾ രക്ഷിക്കപ്പെടുവാനും നശിച്ചു പോകുവാനും രണ്ട് കാരണങ്ങൾ. ഒന്ന്, ക്രിസ്തുവിനെ സ്നേഹിച്ചില്ല, നരകവിധി. ഒന്ന്, ക്രിസ്തുവിനെ സ്നേഹിച്ചു, അവന് സ്വർഗീയമായിരിക്കുന്ന അനുഭവങ്ങൾ. എന്ന് മാത്രമല്ല, പഴയ നിയമത്തിൽ പോലും കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. ന്യായപ്രമാണത്തിൽ ഇങ്ങനെയുള്ള ന്യായപ്രമാണങ്ങളെ നിങ്ങൾ അനുസരിക്കുന്നുവെങ്കിൽ ഇന്ന അനുഗ്രഹങ്ങൾ, അനുസരിച്ചില്ല എങ്കിലോ ഇങ്ങനെയുള്ള ശാപങ്ങളും മരണങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നൽകി തരുന്നല്ല. അത് നിയമമാണ്. ആ അനുസരിക്കുന്നവർക്ക് ഇതും, അനുസരിക്കാത്തവർക്ക് ഇങ്ങനെയുള്ളത് ഒരു നിയമമാണ്. ആ നിയമത്തിന് നമ്മൾ കീഴ്പ്പെടുമ്പോൾ മാത്രമേ നമുക്ക് സമാധാനവും സ്വസ്ഥതയും കിട്ടുകയുള്ളൂ. ആകയാൽ നോക്ക് പ്രിയരെ, നമ്മുടെ ബുദ്ധിമണ്ഡലങ്ങൾക്കോ നമ്മുടെ കഴിവുകൾക്കോ സമ്പത്തിനോ ഒന്നും മരണത്തിൽ നിന്നെ രക്ഷിപ്പാൻ കഴിയാത്തതുകൊണ്ടും മരിച്ചതിന് ശേഷമുള്ള ന്യായവിധിയിൽ നിന്നെ വിടുവിപ്പാൻ കഴിയാത്തതുകൊണ്ടും ഞങ്ങൾ നിങ്ങളോടുള്ള സ്നേഹത്തിൽ അറിയിക്കുന്ന ദൂതിനെ നിങ്ങൾ അംഗീകരിച്ച് അനുസരിച്ചാൽ നിങ്ങൾക്ക് നന്ന്. നമ്മളെല്ലാവരും കാണുന്ന ഒരു തെറ്റിദ്ധാരണയുണ്ട്, പെന്തക്കോസ്തുകാർക്ക് പോലും വന്ന ഒരു തെറ്റിദ്ധാരണയുണ്ട്. എല്ലാ വിഷയത്തിനും പ്രാർത്ഥിക്കുക, ഒരു മാറ്റം ഉണ്ടാകത്തില്ല. എന്നാൽ ദൈവവചനം പറയുന്നു, നീ അനുസരിക്കുക. അനുസരണത്തിൽ കൂടിയാണ് ദൈവത്തിൻ്റെ ശക്തി നമ്മൾ വ്യാപരിക്കുന്നത്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ആരും വഞ്ചിക്കപ്പെട്ടു പോകല്ല. മരണമുള്ള എല്ലാവർക്കും ശിക്ഷാവിധിയുണ്ട്. മരണമുള്ള എല്ലാവരും യേശുക്രിസ്തുവിന് മുമ്പിൽ എല്ലാവരും നിന്നേ പറ്റും. ആകയാൽ ആ ദിവസം നിങ്ങൾ നശിച്ചു പോകാതിരിക്കേണ്ടതിന് ഈ ഭൂമിയിൽ നിങ്ങൾ യേശുക്രിസ്തുവിനെ സ്നേഹിപ്പിൻ. ഒരു സങ്കീർത്തന ഭാഗം ഇങ്ങനെ പറയുന്നു, നിങ്ങൾ വഴിയിൽ വീണ് നശിച്ചു പോകാതിരിക്കേണ്ടതിന് നിങ്ങൾ പുത്രനെ ചുംബിച്ചുകൊള്ളുവിൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.